ഹലോ എവ്രി വൺ, വെൽക്കം ടു മാത്സ് ധ്വനി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെക്റ്റർ സ്പേസിനെ കുറിച്ചാണ്. സോ വെക്റ്റർ സ്പേസ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഫസ്റ്റ് ഓഫ് ഓൾ വെക്റ്റേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സോ വെക്റ്റേഴ്സും അതേപോലെ തന്നെ സ്കാലാർസും. വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വെക്റ്റേഴ്സിന് മാഗ്നിറ്റ്യൂഡും അതേപോലെ തന്നെ ഡയറക്ഷനും ഉണ്ടാവും. സോ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്റ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോഴ്സ് ഒക്കെ പറയുന്നത്, ഫോഴ്സ്, വെലോസിറ്റി, ഇതൊക്കെ മാഗ്നിറ്റ്യൂഡും പറയാം, നമുക്ക് ഡയറക്ഷനും പറയാൻ പറ്റും. ഡയറക്ഷനാണ് ഇമ്പോർട്ടൻറ്റ്. സ്കാലാർസ് എന്ന് പറയുന്നത് നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയാൻ പറ്റൂ. മാഗ്നിറ്റ്യൂഡ് മീൻസ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ വെലോസിറ്റി, ഇതൊക്കെ നമ്മൾ എന്താണ് അതിൻ്റെ മെഷർമെൻറ്റ് പറയുന്നത്, അതാണ് മാഗ്നിറ്റ്യൂഡ്. ലെങ്ത് ആണേ ലെങ്ത്ത്, ഇതൊക്കെ. സോ സ്കേലാർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവില്ല. അതായത് ടെമ്പറേച്ചർ ഒക്കെ നമ്മൾ പറയില്ലേ, ടെമ്പറേച്ചർ, അതേപോലെ വെയിറ്റ് പറയാലോ, വെയിറ്റ്, ഹൈറ്റ്, ഇതൊക്കെ നമ്മൾ ഹൈറ്റ് അപ്വേർഡ്, ഇത്ര ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ അപ്വേർഡ് എന്നൊന്നും നമ്മൾ പറയാറില്ല. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആ മെഷർമെൻറ്റ് എത്രയാണോ ആ ഒരു മെഷർമെൻറ്റ് മാത്രമേ, 5 ഫീറ്റ് ഓർ 6 ഫീറ്റ്, ആ ഒരു മെഷർമെൻറ്റ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. സോ അതാണ് സ്കാലാർസ്. ഡയറക്ഷൻ ഇല്ല, മെഷർമെൻറ്റ്, ഓൺലി മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. വെക്റ്റേഴ്സ് ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടാവും. സോ നമുക്ക് വെക്റ്റർ സ്പേസിലേക്ക് പോകാം. വെക്റ്റർ സ്പേസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓപ്പറേഷൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് 2 തരം ഓപ്പറേഷൻസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഒന്ന് വെക്റ്റർ അഡിഷനും അതേപോലെ തന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും. വെക്റ്റർ അഡിഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. സോ വെക്റ്റേഴ്സിൻ്റെ ഈ 2 ഓപ്പറേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. വെക്റ്റർ ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ 2 വെക്റ്റേഴ്സ് ഉണ്ട്. സോ ഒരു യുവും ഒരു വിയും വെക്റ്റർ ഉണ്ട്. ഡയറക്ഷൻ ആണ് മുകളിൽ കാണിച്ചത്. യു വി 2 വെക്റ്റേഴ്സ് ഉണ്ട്. വെക്റ്റർ ആണെന്ന് കാണിക്കാനാണ് ഈ ഡയറക്ഷൻ ഇട്ട് കൊടുക്കുന്നത്, ഏറോ മാർക്ക്. സോ യു വി 2 വെക്റ്റേഴ്സ് ഉണ്ട്. യു പ്ലസ് വി എന്ന് പറയുന്നത് രണ്ടും ആഡ് ചെയ്യാന്നുള്ള അർത്ഥത്തിലാണ്. സോ നമുക്ക് 2 വെക്റ്റേഴ്സ് എടുക്കാം. സോ ഇതൊരു വെക്റ്ററാണ് 1 0, ഇത് അനദർ വെക്റ്ററാണ് 0 1. ഈ 2 വെക്റ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, എങ്ങനെ ആഡ് ചെയ്യാം, കോർഡിനേറ്റ്സിലാണ് ഞാനിപ്പോൾ വെക്റ്റേഴ്സിനെ പറഞ്ഞത്. അതായത് ഇതിപ്പോൾ പ്ലെയിനിലെ വെക്റ്റേഴ്സ് ആണ്, പ്ലെയിൻ ആണ്, അതായത് R2 ആണ്. R2 മീൻസ് പ്ലെയിൻ ആണ്, കാർട്ടീഷ്യൻ പ്ലെയിൻ ആണ്. നമ്മൾ എക്സ് വൈ ആക്സിസ് ഒക്കെ വെച്ചിട്ട് വരയ്ക്കുന്ന പ്ലെയിൻ ആണ് R2. എക്സ് ആക്സിസും വൈയും. നമുക്ക് 1 0 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യാൻ അറിയാലോ. 1 എക്സ് ആക്സിലെ 1ഉം വൈ ആക്സിലെ 0, അതായത് 1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ആൻഡ് 0 1 എന്ന് പറയുന്നത് വൈ ആക്സിസിലെ 1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. സോ ഇതാണ് 1 0യും 0 1 എന്ന് പറയുന്ന വെക്റ്റേഴ്സ്. വെക്റ്റേഴ്സ് നമ്മൾ ഡയറക്ഷൻ കാണിക്കുന്നത് നമുക്ക് ഇങ്ങനെ കാണിക്കാം. സോ അതേപോലെ തന്നെ ഇതും. സോ 1 0 0 1 നമ്മൾ വെക്റ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, വെക്റ്റർ അഡിഷൻ നമ്മൾ പാരലോഗ്രാം ലോ അതുപോലെ തന്നെ ട്രയാങ്കിൾ ലോ ഒക്കെ ഉണ്ട്. ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയഗണൽ ആയിട്ടാണ് കിട്ടുന്നത്. സോ നമുക്കിവിടെ കോർഡിനേറ്റ്സ് ആണെങ്കിൽ ഡയറക്റ്റ് കോർഡിനേറ്റ്സിൻ്റെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് 1ഉം 0, ഫസ്റ്റ് കോർഡിനേറ്റ്, അതേപോലെ തന്നെ സെക്കൻഡ് കോർഡിനേറ്റ്, ഇങ്ങനെയാണ് വെക്റ്റർ ആഡ് ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്കേലാർ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും കോൺസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഒരു സ്കേലാർ ഞാനിവിടെ 2 കൊണ്ട് 1 0നെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോർഡിനേറ്റ്സിൽ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 0 എന്ന് കിട്ടും. സോ അതാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. ഹാഫ് കൊണ്ട് നമുക്ക് ഒരു 2 4നെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 4 ഒരു വെക്റ്ററാണ്. ഹാഫ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സ്കേലാറാണ്. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, ഹാഫ് ഇൻറ്റു 4 എന്ന് പറയുന്നത് 2, 1 2 കിട്ടും.
അങ്ങനെ നമുക്ക് സ്കേലാസ് എന്ന് പറയുന്നത് നമുക്കിവിടെ റിയൽ നമ്പറിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫ്രാക്ഷൻസ് എടുക്കാം, റാഷണൽ ഇറാഷണൽസ് എല്ലാം എടുക്കാം. സോ സ്കേലാറിനെ ഒരു വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ വെക്ടറിൽ ഡിഫൈൻ ചെയ്ത ഓപ്പറേഷൻ വെക്ടർ അഡിഷൻ ആണ്. സോ ഈ രണ്ട് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് വെക്ടർ സ്പേസ് പറയാൻ പറ്റുന്നത്, അതായത് വെക്ടേഴ്സിൻ്റെ കളക്ഷൻ. സോ ഇനി നമുക്ക് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സോ വെക്ടർ സ്പേസിൻ്റെ ഡെഫിനിഷൻ, വെക്ടർ സ്പേസിനെ നമ്മൾ വി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. വി കൊണ്ട് ഡിനോട്ട് ചെയ്യും. നമുക്ക് വെക്ടർ സ്പേസ് പറയണമെന്നുണ്ടെങ്കിൽ സ്കേലാർ ഉള്ള ഒരു ഫീൽഡ് വേണം, ഫീൽഡ് ഓഫ് സ്കേലാർസ്. അതായത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യണമല്ലോ. സോ സ്കേലാർ എടുക്കാൻ നമുക്കൊരു ഫീൽഡ് വേണം. ഫീൽഡിനെ നമ്മൾ കെ കൊണ്ട് ഡിനോട്ട് ചെയ്തു. നമുക്കിത് റിയൽ നമ്പറിൻ്റെ സെറ്റായിട്ടും എടുക്കാം, കോംപ്ലക്സ് നമ്പറിൻ്റെ സെറ്റായിട്ടും എടുക്കാം. ഏത് സ്കേലാർസ് വേണമെങ്കിലും യൂസ് ചെയ്യാം, വെക്ടർ സ്പേസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നമ്മളിവിടെ വി എന്ന് പറയുന്ന നോൺ എം ടി സെറ്റ് എടുത്തു. നോൺ എം ടി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയിൽ ഒരു എലമെൻ്റെങ്കിലും മിനിമം ഉണ്ടാവണം. അതാണ് നോൺ എം ടി സെറ്റ്. എം ടി ആവാൻ പാടില്ല. വിത്ത് 2 ഓപ്പറേഷൻ, 2 ഓപ്പറേഷൻ ഞാനിപ്പോൾ പറഞ്ഞ പോലെ വെക്ടർ അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും. അതായത് 2 വെക്ടേഴ്സ് വി എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ യു പ്ലസ് വി സം എടുത്തു കഴിഞ്ഞാൽ വിയിൽ തന്നെ ഉണ്ടാവണം. വെക്ടർ അഡിഷൻ എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു, വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്. സോ ഈ വെക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സെറ്റ് തന്നെ കിട്ടണം. ഇതിനെ നമ്മൾ ക്ലോഷർ എന്നാണ് പറയുന്നത്. ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയും. ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ ഓപ്പറേഷൻ ചെയ്തത് അത് അവിടെ തന്നെ ഉണ്ടാണ്. അതായത് ഇവിടെ വെക്ടർ അഡിഷൻ ആണ്, 2 വെക്ടർ എടുത്തു, ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റ് തന്നെ കിട്ടണം. സോ വെക്ടേഴ്സിൻ്റെ കളക്ഷൻ യു വി എന്ന് പറയുന്ന 2 വെക്ടർ എടുത്തു, ഇതിൻ്റെ സമ്മ് യു പ്ലസ് വി എടുത്തു കഴിഞ്ഞാൽ ഈ സെറ്റിൽ ഏതെങ്കിലും ഒരു എലമെൻ്റ് ആയിരിക്കണം യു പ്ലസ് വി എന്ന് പറഞ്ഞ വെക്ടർ. സോ അതിനാണ് നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. വെക്ടർ സ്പേസ് ആദ്യം ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. വെക്ടർ അഡിഷൻ ക്ലോസ്ഡ് ആയിരിക്കണം. അടുത്ത സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ഇത് തന്നെ. യു എന്ന് പറയുന്ന വെക്ടർ എടുത്തു, കെ എന്ന് പറയുന്ന സ്കേലാർ എടുത്തു കഴിഞ്ഞാൽ കെ ഇൻറ്റു യു എന്ന് പറയുന്നത് വി തന്നെ ഉണ്ടാവണം. ഇത് ബിലോങ്സ് ടു എന്ന് പറയുന്ന സിമ്പിൾ അറിയാമെന്ന് വിചാരിക്കുന്നു. ബിലോങ്സ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഈ സെറ്റിനകത്ത് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ കെ യു ബിലോങ്സ് ടു വി. സോ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും വെക്ടർ അഡിഷനും ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ക്ലോസ്ഡ് ആയിരിക്കണം. ഓപ്പറേഷൻസ് രണ്ടും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള എലമെൻസിനെ തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ അതാണ് ആദ്യത്തെ 2 കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഇനിയുള്ള ഒരു 8 കണ്ടീഷൻസ് കൂടി, ടോട്ടൽ 8 കണ്ടീഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് മെയിനായിട്ടുള്ള 2 കണ്ടീഷൻ വെക്ടർ അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനാണ്. ഇനി വരുന്ന കുറച്ച് ആക്സിയംസ് കൂടി ഉണ്ട്. അതായത് വെക്ടർ അഡിഷൻ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ക്ലോസ്ഡ് ആണെന്ന് പറയുന്നത് മെയിനായിട്ടുള്ള പോയിൻ്റാണ് ഇപ്പോൾ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ വരുന്നതാണ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇത് അസോസിയേറ്റീവ് എന്ന് പറയും. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, അതായത് യു പ്ലസ് വി ആഡ് ചെയ്തതിന് ശേഷം ഡബ്ല്യു ആഡ് ചെയ്ത് കഴിഞ്ഞാലും വി പ്ലസ് ഡബ്ല്യു ആഡ് ചെയ്തിട്ട് യു ആഡ് ചെയ്ത് കഴിഞ്ഞാലും സെയിം കിട്ടണം. സോ അസോസിയേറ്റീവ് ആയിരിക്കണം എന്ന് പറയും. നെക്സ്റ്റ് ദർ ഇസ് എ വെക്ടർ വി ഡിനോട്ടഡ് ഇൻ വി ഡിനോട്ടഡ് ബൈ 0. അതായത് 0 വെക്ടർ ഉണ്ടായിരിക്കണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ വെക്ടർ തന്നെ തരുന്നത്. നമ്മൾ 0യോട് എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അത് തന്നെ കിട്ടുമെന്ന് പറയുമല്ലോ. അതേപോലെ തന്നെ വെക്ടർ സ്പേസിൽ കറക്റ്റ് 0 തന്നെ ആവണമെന്നില്ല, 0 പോലെ ആക്ട് ചെയ്യുന്ന ഒരു വെക്ടർ, അതാണ് 0 വെക്ടർ. അതായത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ കിട്ടണം നമുക്ക്. സോ 0 വെക്ടർ ഉണ്ടായിരിക്കണം. ഇനി പറയുന്നത് ഇൻവേഴ്സ്. അതായത് ഒരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ ഈ ഇൻവേഴ്സിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 വെക്ടറിനെ കിട്ടണം. സോ പൊതുവേ നമ്മൾ നെഗറ്റീവാണ് പറയുക. 1നോട് -1 ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. അതേപോലെ യുവിനോട് -u ആഡ് ചെയ്ത് കഴിഞ്ഞാലും -യോട് u ആഡ് ചെയ്ത് കഴിഞ്ഞാലും 0 കിട്ടും. ഇതിങ്ങനെ ആഡ് ചെയ്തത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം കിട്ടും. ഇതിനെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. യു പ്ലസ് വി ആഡ് ചെയ്ത് കഴിഞ്ഞാലും വി പ്ലസ് യു ആഡ് ചെയ്ത് കഴിഞ്ഞാലും സെയിം ആണ്. നെക്സ്റ്റ് ഈ അഡിഷൻ്റെ കൂടെ സ്കേലാർ ആഡ് ചെയ്യുന്നത്, സ്കേലാർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കെ ഇൻറ്റു യു പ്ലസ് വി എന്ന് പറയുന്നത് കെ ഇൻറ്റു യു പ്ലസ് കെ ഇൻറ്റു വി എന്ന് കിട്ടും ഏത് സ്കേലാർ എടുത്തു കഴിഞ്ഞാലും. അതേപോലെ തന്നെ 2 സ്കേലാർ ആഡ് ചെയ്തിട്ട് വെക്ടർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്.
എ പ്ലസ് ബി ഇൻറ്റു യു ചെയ്ത് കഴിഞ്ഞാൽ എ ഇൻറ്റു യു പ്ലസ് ബി ഇൻറ്റു യു. ഏത് സ്കെലാർ എയും ബിയും എടുത്തു കഴിഞ്ഞാലും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അടുത്ത സ്കെലാർ മൾട്ടിപ്ലൈ ചെയ്തത് എ ബി ഇൻറ്റു ഒരു വെക്ടർ യു എടുത്തു കഴിഞ്ഞാൽ എ ഇൻറ്റു ബി യു ചെയ്താലും സെയിം ആയിരിക്കും. ഏത് സ്കെലാർ എയും ബിയും എടുത്തു കഴിഞ്ഞാലും സാറ്റിസ്ഫൈ ചെയ്യും. അതേപോലെ തന്നെ യൂണിറ്റ് സ്കെലാർ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെക്ടർ തന്നെ കിട്ടും. 1 ഇൻറ്റു യു എന്ന് പറയുന്നത് യു. ഇത് യൂണിറ്റ് സ്കെലാർ എന്ന് പറയും, അല്ലെങ്കിൽ യൂണിറ്റ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ 1 ഇൻറ്റു യു യൂണിറ്റി എന്ന് പറയും നമ്മൾ. മൾട്ടിപ്ലിക്കേറ്റ് യൂണിറ്റി 1 ഇൻറ്റു യു എന്ന് പറയുന്നത് യു തന്നെ കിട്ടും. സോ ഇത്രയും സാറ്റിസ്ഫൈ ചെയ്യും ഈ ഒരു ആക്സിയംസും. അതേപോലെ തന്നെ വെക്ടർ അഡിഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും ക്ലോസ്ഡും കൂടിയാണെങ്കിൽ നമ്മൾ ഈ സെറ്റ് വി ടുഗദർ വിത്ത് ഫീൽഡ് കെനെ നമ്മൾ വെക്ടർ സ്പേസ് ഓവർ കെ എന്ന് പറയും, ഓവർ ദ ഫീൽഡ് കെ. സോ ഈ കെ എന്നാണ് നമ്മൾ സ്കെലാർസ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഈ പ്രോപ്പർട്ടിയൊക്കെ ചെക്ക് ചെയ്യുന്നതും. സോ ഇത് വെക്ടർ സ്പേസ്. ഈ സ്പേസിലെ നോൺ എം ടി എലമെൻറ്റ്സ് ആയിരിക്കും. നോൺ എം ടി എലമെൻറ്റ്സ് ഉള്ള നോൺ എം ടി സെറ്റാണിത്. അതായത് ഒന്നിലധികം എലമെൻറ്റ്സ് ഉണ്ടാവണം, ഒന്നോ അതിലധികമോ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. എം ടി അല്ലാത്ത ഒരു സെറ്റ് ഓവർ എ ഫീൽഡ് കെ ഇത്രയും പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വെക്ടർ സ്പേസ് എന്ന് പറയും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സോ നമ്മളിവിടെ കൂടുതലും റിയൽ വെക്ടർ സ്പേസിനെ കുറിച്ചാണ് പറയുന്നത്. റിയൽ വെക്ടർ സ്പേസ് എന്ന് പറയുമ്പോൾ ഫീൽഡ് നമ്മൾ നേരത്തെ പറഞ്ഞ കെ എന്ന് പറയുന്ന ഫീൽഡ് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റായിരിക്കും. റിയൽ നമ്പേഴ്സ് അറിയാലോ, റാഷണൽസും ഇറാഷണൽസും എല്ലാം വരുന്നത്, നെഗറ്റീവ് പോസിറ്റീവ് എല്ലാ നമ്പറും ഇൻക്ലൂഡിങ് 0 എല്ലാം വരുന്നത്. അതായത് റാഷണൽസും ഇറാഷണൽസും വരുന്ന കളക്ഷനാണ് റിയൽ നമ്പറിൻ്റെ സെറ്റ്. നമ്മളിനി എടുക്കാൻ പോകുന്ന എല്ലാ എക്സാമ്പിളിനും റിയൽ ആയിരിക്കും ഫീൽഡ് വരുന്നത്. അതായത് കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ ഫീൽഡായിട്ട് പറയുന്നില്ല. റിയൽ വെക്ടർ സ്പേസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. നമുക്കതാണ് ആവശ്യമുള്ളത്. സോ റിയൽ വെക്ടർ സ്പേസ് ആദ്യം തന്നെ നമുക്ക് ഒന്നാമത്തതായിട്ട് 6 തന്നെ എടുക്കാം. 6 ഓവർ 6. റിയൽ നമ്പർ നമുക്കറിയാം, നോൺ എം ടി സെറ്റ്. റിയൽ നമ്പറിൽ പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം ഉണ്ട്. നമ്മൾ ഏതൊരു നമ്പർ റിയൽ നമ്പർ ഒരു എ എടുത്താലും, ഒരു റിയൽ നമ്പർ എ എടുത്തു, എ ബിലോങ്സ് ടു ആർ എടുത്തു, റിയൽ നമ്പറിൽ നിന്ന് ഒരു എ എടുത്തു. നമ്മൾ ഇവിടെ ആലോചിക്കേണ്ടത് നമ്മളെ സ്കെലാറിൻ്റെ ഫീൽഡും 6 തന്നെയാണ്. ഒരു റിയൽ നമ്പർ ഓക്കെ, നമ്മൾ വെക്ടറിനെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അതുകൊണ്ട് എ മാറ്റിയിട്ട് യു എടുക്കാം. ഒരു റിയൽ നമ്പർ യു എടുത്തു, അനദർ വേറൊരു റിയൽ നമ്പർ വി എടുത്തു. 2 റിയൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? യു പ്ലസ് വി. നമുക്കറിയാം 2 റിയൽ നമ്പർ 1ഉം ഒരു -2ഉം ആഡ് ചെയ്താൽ 1 - 2 -1 ആണ്. എഗെയിൻ ഒരു റിയൽ നമ്പർ ആണ്. നമ്മൾ 2 + 40 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 42 റിയൽ നമ്പർ ആണ്. 1/2 + 1/2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ്, റിയൽ നമ്പർ ആണ്. ഏത് 2 റിയൽ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാലും എഗെയിൻ നമുക്ക് കിട്ടുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും. സോ അതുകൊണ്ട് യു പ്ലസ് വി, 2 റിയൽ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു പ്ലസ് വി എന്ന് പറയുന്നത്, ഞാനിവിടെ യു വി എടുത്തുകൊണ്ടാണ് യു പ്ലസ് വിനെ യു പ്ലസ് വി തന്നെ എഴുതിയത്. സോ അതൊരു റിയൽ നമ്പർ ആയിരിക്കും. അതായത് ക്ലോഷർ പ്രോപ്പർട്ടി വെക്ടർ അഡിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ക്ലോഷർ പ്രോപ്പർട്ടി അഡിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇനി മൾട്ടിപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഞാനൊരു സ്കെലാർ എ എടുത്തു. ഓക്കെ, അപ്പോൾ എ ഇൻറ്റു ഞാനെടുത്ത വെക്ടർ യു മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ ഇൻറ്റു യു. ഇതും ഒരു റിയൽ നമ്പർ ആയിരിക്കും. കാരണം നമ്മൾ ഒരു സ്കെലാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് വേണമെങ്കിലും റിയൽ നമ്പറാണ് നമ്മളെ സ്കെലാറിൻ്റെ ഫീൽഡ്. ഞാനിപ്പോൾ 3/4 എടുത്തു. 3/4നെ ഒരു റിയൽ നമ്പർ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3 ആയിരിക്കും. സോ അഗെയിൻ ഒരു റിയൽ നമ്പറാണ്. 1/2 ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 ആണ്, റിയൽ നമ്പറാണ്. സോ ഒരു റിയൽ നമ്പറും ഈ റിയലിൽ ഒരു വെക്ടറും എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയൽ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. ആക്ച്വലി നമ്മളിവിടെ 2 റിയൽ നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമ്മളെ സ്പേസും ഫീൽഡും സെയിം ആണ്. സോ ക്ലോഷർ പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും സാറ്റിസ്ഫൈ ചെയ്യും. സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും വെക്ടർ അഡിഷനും ക്ലോസ്ഡ് ആണ്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി വരുന്നത് അസോസിയേറ്റിവിറ്റി ആണ്. അസോസിയേറ്റിവിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 എണ്ണം വേണം. യു വി ഡബ്ല്യു.
യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഇതാണ് നമുക്ക് പറയേണ്ടത്. നമുക്കറിയാവുന്ന കാര്യമാണ് റിയൽ നമ്പറിൻ്റെ അഡിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാറ്റവും സംഭവിക്കില്ല. അതായത് 1/2 പ്ലസ് 1 പ്ലസ് 2 ഇങ്ങനെ ചെയ്താലും 1/2 പ്ലസ് 1 പ്ലസ് 2 ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഒരേ ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടുക. റിയൽ നമ്പേഴ്സിൻ്റെ അസോസിയേറ്റിവിറ്റി അതേപോലെ തന്നെ കമ്മ്യൂട്ടേറ്റീവ്, അതായത് യു പ്ലസ് വി ചെയ്താലും വി പ്ലസ് യു ചെയ്താലും സെയിം തന്നെയാണ് കിട്ടുക. ഇതൊക്കെ ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് റിയൽ നമ്പർ ആയതുകൊണ്ട്, റിയൽ നമ്പറിൻ്റെ കേസിൽ. ഇനി നെക്സ്റ്റ് വരുന്നത് ഐഡൻറ്റിറ്റി. മെയിൻ ആയിട്ടുള്ളത് ഐഡൻറ്റിറ്റിയും അതേപോലെ തന്നെ ഇൻവേഴ്സും ആണ്. ബാക്കിയുള്ള ആക്സൻസ് ഒക്കെ റിയൽ നമ്പർ ആയതുകൊണ്ട് ട്രിവിയലി നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു റിയൽ നമ്പർ സ്കേലാർ ആയിട്ട് എടുത്തു, 2 വെക്ടർ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. a ഇൻറ്റു യു പ്ലസ് a ഇൻറ്റു വി. ഇതൊക്കെ ട്രിവിയൽ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് റിയൽ നമ്പറിൻ്റെ കേസിൽ. സോ അതൊന്നും എക്സ്ട്രാ പറയുന്നില്ല. നമുക്ക് മെയിനായിട്ട് വരുന്നത് സീറോ വെക്ടറും ഐഡൻറ്റിറ്റിയും ആണ്. അതിനെക്കുറിച്ച് പറയാം. സോ റിയൽ നമ്പറിൻ്റെ കേസിൽ സീറോ വെക്ടർ നമ്പറാണ്. നമ്മൾ സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ സീറോ എന്ന് പറയുന്ന എലമെൻ്റ് തന്നെയാണ് സീറോ വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് 1 ഒരു റിയൽ നമ്പറിൻ്റെ കൂടെ നമ്മൾ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 ആണ്. ഒരു 3/4 റിയൽ നമ്പറാണ് നമ്മളെ കേസിൽ, നമ്മളെ വെക്ടറാണ്. വെക്ടറിൽ നിന്ന് 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3/4 തന്നെയാണ്. സോ 0 എന്ന് പറയുന്ന എലമെൻ്റാണ് ഇവിടുത്തെ സീറോ വെക്ടർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എല്ലാ നമ്പേഴ്സിനും നെഗറ്റീവ് ഉണ്ട്. 1നോട് അതിൻ്റെ നെഗറ്റീവ് -1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറോ വെക്ടർ കിട്ടും. അതേപോലെ 1/2 അതിൻ്റെ നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സീറോ വെക്ടർ കിട്ടും. റിയൽ നമ്പറിന് എല്ലാ നമ്പറിനും പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. സോ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സീറോ വെക്ടർ ആണ്. സോ നെഗറ്റീവ് നമ്പേഴ്സ്, എല്ലാ നമ്പേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെഗറ്റീവ് നമ്പേഴ്സാണ് ഇൻവേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇത് സീറോ എലമെൻറ്റ് സീറോ വെക്ടർ ആയിട്ടും നെഗറ്റീവ് നമ്പേഴ്സ് ഇൻവേഴ്സ് ആയിട്ടും ആക്ട് ചെയ്യുന്നു. അതായത് നമ്മളെ റിയൽ നമ്പർ എന്ന് പറയുന്നത് 6 ഓവർ ദ ഫീൽഡ് 6 വെക്ടർ സ്പേസ് ആയിട്ട് വരും. അതായത് എല്ലാ പോയിൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഇതൊരു വെക്ടർ സ്പേസ് ആയിരിക്കും 6/6 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ 6നെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മളിപ്പം റിയൽ നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് R2ലേക്ക് പോവാം. സെക്കൻഡ് എക്സാമ്പിളായിട്ട് R2 പറയാം. R2 എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആയി കാർട്ടീഷ്യൻ പ്ലെയിൻ ആണ്. നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ വെച്ച് വരയ്ക്കുന്ന പ്ലെയിന്, കാർട്ടീഷ്യൻ പ്ലെയിന്. ഇപ്പോൾ ഇവിടുത്തെ എലമെൻറ്റ്സ് എങ്ങനെയാണ്? കോർഡിനേറ്റ്സ് ആയിട്ടാണ് ഉണ്ടാവുക. സോ നമ്മളിവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ കോർഡിനേറ്റ് ആയിട്ടാണ്, എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ നമ്മൾ ഒറിജിൻ 0 എന്ന് പറയുന്നത് 0 ഈ ഒരു പോയിന്റിലേക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പൊസിഷൻ വെക്ടർ എന്ന് നമ്മൾ പറയും. ഒറിജിന് ഈ പ്ലെയിനിലുള്ള ഏതെങ്കിലും പോയിന്റിലേക്ക് നമ്മൾ വെക്ടർ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ പൊസിഷൻ വെക്ടർ എന്ന് പറയും. സോ എക്സ് വൈ എന്ന് പറയുന്ന വെക്ടറാണിത്. സോ R2 എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണ്. ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്ന ഫീൽഡ് 6 തന്നെയാണ്. R2/6 റിയൽ വെക്ടർ സ്പേസിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് 6 തന്നെ യൂസ് ചെയ്തത്. സോ R2 എന്ന് പറയുമ്പോൾ നമ്മൾ കോർഡിനേറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു U1 U2 ഒരു വെക്ടർ ഈ ഫോമിലാണ് ഉണ്ടാവുക. അടുത്ത വെക്ടർ V1 V2 ഈ കോർഡിനേറ്റ് ആയിട്ടാണ് R2ലെ 2 വെക്ടേഴ്സ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടീസും പറയാം. അഡിഷൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ U1 U2 കോർഡിനേറ്റ് ആയിട്ട് ഉണ്ടാവുക. ആഡ് ചെയ്യുക പ്ലസ് ചെയ്യുക എന്ന് പറയുമ്പോൾ കോർഡിനേറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അതായത് U1 പ്ലസ് V1 ഫസ്റ്റ് കോർഡിനേറ്റ് വരും, സെക്കൻഡ് U2 പ്ലസ് V2. അപ്പോൾ നമുക്കറിയാം റിയൽ നമ്പറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. U1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സ് ആക്സിസിലെ പോയിന്റ്സ് ആണ്, അതെല്ലാം റിയൽ നമ്പേഴ്സ് ആണ് എല്ലാം. U2 എന്ന് പറയുന്നതും വൈ ആക്സിസിലെ പോയിന്റ്സ് ആണ്, റിയൽ നമ്പേഴ്സ് ആണ്. R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ഉം 6ഉം ക്രോസ് ചെയ്തതാണ്, 2 റിയൽ നമ്പറാണ്, രണ്ടും കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്.
നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു റിയൽ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിയൽ നമ്പർ ഇതും ആറിലുണ്ടാവും, ഇത് ആറിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇത് R2-ലുണ്ടാവും. കോർഡിനേറ്റ് ആയിട്ട് എഴുതും, അത് R2-ലുണ്ടാവും. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞ സ്കേലാർ R എന്നാണ് എടുക്കുന്നത്. അത് കോർഡിനേറ്റ് ആയിട്ട് എഴുതരുത്, R എന്നാണ് എടുക്കുന്നത്. സോ ഒരു സ്കേലാർ A എടുത്തു, ബിലോങ്സ് ടു R. A ഇൻറ്റു U1 U2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് AU1 ഫസ്റ്റ് കോർഡിനേറ്റ്, A ഇൻറ്റു U2 സെക്കൻഡ് കോർഡിനേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്കേലാർ റിയൽ നമ്പർ ആണ്, ഇതും റിയൽ നമ്പർ ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ റിയൽ നമ്പർ കിട്ടും. രണ്ടാമത്തെ കോർഡിനേറ്റിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് റിയൽ നമ്പർ ആയിട്ടുന്നത്. സോ കോർഡിനേറ്റ്സിൽ രണ്ടും റിയൽ നമ്പർ ആണെങ്കിൽ ഇത് R2-ലെ മെമ്പറാണ്. ഓക്കെ. സോ മൾട്ടിപ്ലിക്കേഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും വെക്ടർ അഡിഷനും ക്ലോസ്ഡ് ആണ്. ഇനി അസോസിയേറ്റീവ് ഇതേപോലെ തന്നെ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞാണ് എല്ലാം റിയൽ നമ്പേഴ്സാണ് ആഡ് ചെയ്യുന്നത്. സോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അസോസിയേറ്റീവ് അതേപോലെ തന്നെ കമ്മ്യൂട്ടേറ്റീവ് ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് എന്നാണ് നമ്മൾ പറയുക. ഒരു സ്കേലാറും രണ്ട് വെക്ടറും. രണ്ട് വെക്ടർ പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ U1 U2 ഒരു വെക്ടർ, അടുത്ത വെക്ടർ V1 V2 ഇങ്ങനെയാണ് വരുന്നത്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യം ഉള്ളിലുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എനെ രണ്ട് രീതിയിൽ ഇങ്ങനെയാണ് പ്രോപ്പർട്ടി വരുന്നത്. A ഇൻറ്റു U1 U2 പ്ലസ് A ഇൻറ്റു V1 V2. സോ ഇത് റിയൽ നമ്പറിൻ്റെ കേസിൽ ട്രൂ ആണെങ്കിൽ R2-ൻ്റെ കേസിലും ട്രൂ ആണ്. കാരണം ഓരോ കോർഡിനേറ്റും റിയൽ നമ്പറാണ്. കോർഡിനേറ്റ് കൂടുന്നതിനനുസരിച്ച് ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യും, ഒബ്വിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമുക്ക് മെയിനായിട്ടുള്ള രണ്ട് കാര്യം സീറോ വെക്ടറും അതേപോലെ തന്നെ ഇൻവേഴ്സുമാണ്. സീറോ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ രണ്ട് കോർഡിനേറ്റും സീറോ വരണം, അതാണ് സീറോ വെക്ടർ ആവുള്ളൂ. അപ്പോഴേ ഇത് R2-ലെ എലമെൻ്റ് ആവുള്ളൂ. സോ ഇത് സീറോ വെക്ടറാണ് 0 0 എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒറിജിനാണ് ഇവിടുത്തെ സീറോ വെക്ടർ. ഇതിനോട് എന്ത് ആഡ് ചെയ്ത് ഏത് വെക്ടർ ആഡ് ചെയ്താലും അത് തന്നെ കിട്ടും. ഇൻവേഴ്സ് എന്ന് പറയുന്നത് നേരെ നെഗറ്റീവ്. ഇപ്പോൾ U1 U2 ആണ് നമ്മളെ വെക്ടർ എങ്കിൽ നേരെ നെഗറ്റീവ് -U1 -U2. നേരത്തെ പറഞ്ഞ പോലെ റിയൽ നമ്പറിന് നെഗറ്റീവ് നമ്പറാണ്. സോ ഓരോ റിയൽ നമ്പറിൻ്റെയും നെഗറ്റീവ് കോർഡിനേറ്റിൽ ഇട്ട് കൊടുത്താൽ ഇൻവേഴ്സ് വെക്ടർ കിട്ടും. അപ്പോൾ R2 ഓവർ R വെക്ടർ സ്പേസ് ആണ്. ഇതേപോലെ തന്നെ നമുക്ക് R3 പറയാം, R4 അങ്ങനെ Rn വരെ പറയാം. സോ സ്പേസ് K നമ്മൾ R ആയിട്ട് എടുത്തുകൊണ്ടാണ് ഇവിടെ KN ഡിനോട്ട് ചെയ്തത്. സോ ഇവിടെ N ടപ്പിൾസ് ഉണ്ടാവും. Rn എന്ന് പറഞ്ഞാൽ നമ്മൾ R2-ൽ രണ്ടെണ്ണം എടുക്കുന്നത്, ഓർഡർഡ് പെയർ ആണ്. പിന്നെ ട്രിപ്ലറ്റ് വരും, അതേപോലെ N ടപ്പിൾസ് വരും. അതായത് A1 A2 എക്സെട്ര AN. നമ്മൾ U ആണ് വെക്ടർ ഡിനോട്ട് ചെയ്തത്, അപ്പോൾ U1 U2 എക്സെട്ര UN. സ്കേലാസ് എപ്പോഴും K ആണ്, ഒരൊറ്റ നമ്പറാണ്. സീറോ വെക്ടർ അപ്പോൾ 0 0 0 N വരെ വരും. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുക്കാം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇട്ട് കൊടുക്കാം, എല്ലാ എലമെൻസിനും മൈനസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ Rn-ഉം വെക്ടർ സ്പേസ് ആയിട്ട് കിട്ടും. ഇനി പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ അറിയാവുന്ന വെക്ടേഴ്സാണ്, വെക്ടർ ഫീൽഡാണ്. V എന്ന് പറയുന്നത് നമ്മൾ M/N വെക്ടേഴ്സിൻ്റെ കളക്ഷൻ, M/N മെട്രിസസിൻ്റെ കളക്ഷൻ, M/N മെട്രിസസിൻ്റെ കളക്ഷൻ. സോ അതായത് നമ്മളെ കയ്യിൽ ഒരു A മെട്രിക്സ് ഉണ്ട്, M/N ആണ് ഇതിൻ്റെ ഓർഡർ. അഗെയിൻ ഒരു B മെട്രിക്സ് ഉണ്ട്, M/N ആണ് ഇതിൻ്റെ ഓർഡർ, M റോസ് N കോളംസ്. നമ്മൾ A പ്ലസ് B ആഡ് ചെയ്താൽ എന്ത് കിട്ടും? രണ്ട് M/N വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഗെയിൻ കിട്ടുന്നത് ഒരു M/N മെട്രിക്സ് ആയിരിക്കും. സപ്പോസ് അത് C ആണെന്ന് വിചാരിക്കുക, അതൊരു M/N മെട്രിക്സ് ആയിരിക്കും. ഉറപ്പായിട്ടും M/N മെട്രിക്സേ നമുക്ക് രണ്ട് M/N മെട്രിക്സ് ആഡ് ചെയ്താൽ കിട്ടുള്ളൂ. സോ M/N മെട്രിസസ് ആഡ് ചെയ്തപ്പോൾ M/N മെട്രിസസ് തന്നെ കിട്ടി. അതായത് ക്ലോസ്ഡ് ആണ്, അഡിഷൻ ക്ലോസ്ഡ് ആണ്. ഇനി സ്കേലാർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഒരു സ്കേലാർ നമ്മൾ R എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു റിയൽ നമ്പർ ഞാനിപ്പോൾ 2 എടുത്തു, 2 ഇൻറ്റു ഒരു M/N മെട്രിക്സ് A ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ മെട്രിക്സ് എന്താണോ, സപ്പോസ് 2
എ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു 2/3 മെട്രിക്സ് ആണ്. 1 2 3 4 5 6. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിട്ട് 2 കൊണ്ട് ഓരോ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. 2 6 10 4 8 12. എഗെയിൻ നമുക്ക് കിട്ടിയത് 2/3 മെട്രിക്സ് ആണ്. അതായത് ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്നത് m/n മെട്രിക്സ് തന്നെയാണ്. സോ m/n മെട്രിക്സസ് ആഡ് ചെയ്താലും m/n മെട്രിക്സ് കിട്ടും, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും m/n മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത്. അതായത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഇനി അസോസിയേറ്റീവ് അഡിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെട്രിക്സിൻ്റെ അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. മെട്രിക്സ് എങ്ങനെ ആഡ് ചെയ്താലും ഇതിനകത്തുള്ള ഓരോ നമ്മൾ കോർഡിനേറ്റിൻ്റെ പറഞ്ഞതുപോലെ തന്നെ ഓരോ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വരുന്നത് ഇൻവേഴ്സും സീറോ ആണ്. സീറോ എന്ന് പറയുന്നത് m/n നമുക്ക് സീറോ മെട്രിക്സിന് എടുക്കാം. m/n എന്താണോ ഓർഡർ അതനുസരിച്ച് സീറോ മെട്രിക്സ് ഉണ്ട്. ഇൻവേഴ്സ് മെട്രിക്സുകൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിവിടെ പറയുന്നത് മെട്രിക്സിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് മെട്രിക്സ് അഡിഷനും അതേപോലെ തന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇല്ല, മെട്രിക്സ് അഡിഷൻ, മെട്രിക്സിൻ്റെ കളക്ഷൻ ഓഫ് ഓൾ m/n മെട്രിക്സസ് വിത്ത് മെട്രിക്സ് അഡിഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇത് രണ്ടുമാണ് നമ്മൾ ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മെട്രിക്സുകളുടെ ഇൻവേഴ്സ് കാണുന്ന ഇൻവേഴ്സ് അല്ല. അതായത് എ എന്ന് പറഞ്ഞ മെട്രിക്സ് എടുത്താൽ എ ഇൻവേഴ്സ് നമുക്ക് അറിയാലോ, ഒരു മെട്രിക്സിന് ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആകുമ്പോഴാണ് ഇൻവേഴ്സ് ഉണ്ടാകുന്നത്. സോ ആ ഇൻവേഴ്സ് അല്ല നമ്മൾ അഡിഷൻ്റെ കേസിലെയാണ് പറയുന്നത്. അപ്പോൾ എ എടുത്തു കഴിഞ്ഞാൽ -a ആണ് അതിൻ്റെ ഇൻവേഴ്സ്. സോ എന്താണോ എ പറഞ്ഞത്, ഇപ്പോൾ a1 a2 ആണെങ്കിൽ -a1 -a2 -a3 -a4 ഇതാണ് -a എന്ന് പറയുന്ന മെട്രിക്സ് വരുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് m/n മെട്രിക്സ്, ഇതിനോട് -a നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് കിട്ടുന്നത് സീറോ മെട്രിക്സ് ആണ്, സീറോ m/n മെട്രിക്സ് ആണ്. സോ ഈ കേസിൽ നമ്മൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവാണ് -a. നമ്മൾ നേരത്തെ റിയൽ നമ്പർ പറഞ്ഞ പോലെ തന്നെ, കാരണം നമ്മൾ ഓപ്പറേഷൻ മെട്രിക്സ് അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ആണ്, വേറൊരു ഓപ്പറേഷനും ഇല്ല. അതുകൊണ്ട് തന്നെ മെട്രിക്സ് അഡിഷൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവാണ്. സോ സീറോ വെക്ടറും ഉണ്ട്, നമ്മൾ ഇൻവേഴ്സ് എന്ന് പറയുന്നതും ഇവിടെ ഉണ്ടാവും. അതായത് എ ഉണ്ടെങ്കിൽ -aയും ഇതിനകത്ത് തന്നെ ഉണ്ടാവും. m/n അതായത് എ m/n മെട്രിക്സ് ആണെങ്കിൽ നെഗറ്റീവ് ഇട്ടാലും നമുക്ക് m/n മെട്രിക്സ് തന്നെ കിട്ടുക. ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് സീറോ മെട്രിക്സും കിട്ടും. അപ്പോൾ മെട്രിക്സിൻ്റെ കളക്ഷൻ, അതായത് m/n മെട്രിക്സസിൻ്റെ കളക്ഷൻ വിത്ത് മെട്രിക്സ് അഡിഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഒരു വെക്ടർ സ്പേസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സബ് സ്പേസിലേക്ക് കടക്കുകയാണ്. സബ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു വെക്ടർ സ്പേസ് V ഓവർ ദ ഫീൽഡ് K ഉണ്ട്, നമ്മുടെ കയ്യിൽ ഒരു വെക്ടർ സ്പേസ് ഉണ്ട്. ഇനി ഈ വെക്ടർ സ്പേസിൻ്റെ സെറ്റിൻ്റെ ഈ വിൻ്റെ ഒരു സബ്സെറ്റ് U നമ്മൾ കൺസിഡർ ചെയ്താൽ, ഈ വെക്ടർ സ്പേസിൻ്റെ സെറ്റ് അതിൻ്റെ ഒരു സബ്സെറ്റ് U നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് ഒരു വെക്ടർ സ്പേസ് ഇറ്റ്സെൽഫ് എ വെക്ടർ സ്പേസ്, അത് തന്നെ നമുക്കൊരു വെക്ടർ സ്പേസ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ യുവിനെയാണ് നമ്മൾ സബ് സ്പേസ് എന്ന് പറയുന്നത് ഓവർ ദ ഫീൽഡ് K. അതായത് വെക്ടർ സ്പേസിൻ്റെ സബ്സെറ്റ് തന്നെ ഒരു വെക്ടർ സ്പേസ് ആവുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വെക്ടർ സബ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മളിപ്പം പറഞ്ഞിരിക്കുന്ന ആക്സിയംസ് ഒക്കെ ഓൾറെഡി വരും, കാരണം ഇത് ഓൾറെഡി സബ്സെറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ആക്സിയംസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആ 8 ഇതിൽ ഓൾറെഡി കിട്ടും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനുണ്ടാവുന്ന 2 പ്രോപ്പർട്ടി ആയിരിക്കും. ഒന്ന്, ഇതിൻ്റെ ഏത് സ്കേലാർ എടുത്തു കഴിഞ്ഞാലും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും അതേപോലെ തന്നെ വെക്ടർ അഡിഷനും. സോ യുന്ന് 2 വെക്ടർ u1ഉം u2ഉം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്ത വെക്ടറും യുവിൽ ഉണ്ടാവണം. വെക്ടർ അഡിഷൻ യു തന്നെ ഉണ്ടാവണം, കാരണം ഇത് സബ്സെറ്റ് ആണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വിയിൽ കിട്ടാം നമുക്ക് വെക്ടറിന്, അതായത് യുവിലില്ലാണ്ട് യുവിൻ്റെ പുറത്തായി പോവാം. അതായത് വി എന്ന് പറയുന്ന സെറ്റ് ഇതും യു എന്ന് പറയുന്ന സബ്സെറ്റ് ഇതുമാണ്.
സോ നമുക്ക് ഇവിടുന്ന് 2 എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് യുവിൻ്റെ പുറത്ത് എവിടെയെങ്കിലും വരാം. അപ്പോൾ നമുക്കിത് വെക്റ്റർ സ്പേസ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അഡിഷൻ ക്ലോസ്ഡ് ആയിരിക്കണം, ഇതിനുള്ളിൽ തന്നെ കിട്ടണം. അതേപോലെ തന്നെ സ്കേലാർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഒരു എ ഇൻറ്റു യു ചെയ്താൽ അതും ഇവിടെ തന്നെ കിട്ടണം. സ്കേലാർ നമുക്ക് വീന്നും എടുക്കാം. സ്കേലാർ നമ്മൾ കേലയാണ് നമ്മൾ എടുക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ ആറാണ് ഇവിടെ നമ്മൾ സ്കേലാറായിട്ട് സ്കേലാർ ഫീൽഡ് എടുക്കുന്നത്. സോ ആറാണ് എടുക്കുന്നതെങ്കിൽ 6 നമ്മളൊരു സ്കേലാർ എടുത്ത് യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഇതിനുള്ളിൽ തന്നെ കിട്ടണം, യുവിൻ്റെ ഉള്ളിൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 6/6 പറഞ്ഞല്ലോ, റിയൽ നമ്പർ ഓവർ ദ ഫീൽഡ് 6. സോ റിയൽ നമ്പറിൻ്റെ കളക്ഷൻ എടുത്തു. ഇവിടെ നമുക്ക് റാഷണൽ നമ്പേഴ്സും ഉണ്ടാവും, ഇറാഷണൽ നമ്പേഴ്സും ഉണ്ടാവും. അതിൽ ഞാൻ റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റ് എടുത്തു. റാഷണൽ നമ്പറിനെ ക്യൂ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. റാഷണൽ നമ്പേഴ്സ് നമുക്കറിയാം, P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സാണ് റാഷണൽ നമ്പേഴ്സ്. സോ റിയൽ നമ്പറിൻ്റെ സെറ്റിന് റാഷണൽ നമ്പറിൻ്റെ കളക്ഷൻ എടുത്തു, സബ്സെറ്റാണ്. ഇവിടെ നമ്മൾ 2 റാഷണൽ നമ്പർ ആഡ് ചെയ്യുന്നു. സോ ഒരു 1/2 3/4 എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഗെയിൻ ഒരു റാഷണൽ നമ്പർ തന്നെയാണ് കിട്ടുക. 1 ഒരു റാഷണൽ നമ്പറാണ്, 2 ഒരു റാഷണൽ നമ്പറാണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ആണ് കിട്ടുക, അതും ഒരു റാഷണൽ നമ്പറാണ്. കാരണം 1ന് നമുക്ക് 1/1 എന്ന് എഴുതാം, P/Q ഫോമിൽ എഴുതണമെന്നേ ഉള്ളൂ. 2നെ നമുക്ക് 2/1 എന്ന് എഴുതാം, 3നെ നമുക്ക് 3/1 എന്ന് എഴുതാം. സോ 2 റാഷണൽ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ നമുക്ക് റാഷണൽ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. എന്നാൽ നമ്മളിവിടെ സ്കേലാർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 6 നമ്മൾ ഫീൽഡ് വരുന്നത്, ക്യൂ ആണ് നമ്മൾ സബ്സെറ്റായിട്ട് പറയുന്നത്. 6 ഫീൽഡ്, നമുക്ക് ഏത് എലമെൻറ്റ് വേണമെങ്കിലും എടുക്കാമല്ലോ. 6 റാഷണൽ നമ്പർ ഒഴിവാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇറാഷണൽസ് ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ ഇറാഷണൽ നമ്പർ നമുക്കറിയാം √2 ഇറാഷണൽ നമ്പറാണ്, റാഷണൽ അല്ല. ഇപ്പോൾ √2 എന്ന് പറയുന്ന സ്കേലാർ, ഇത് 6 എലമെൻ്റ് ആണല്ലോ, റിയൽ നമ്പറാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ √2 എടുത്തു. ഇനി √2നെ ഞാൻ ഒരു റാഷണൽ നമ്പർ, ഏതോ ഒരു റാഷണൽ നമ്പർ, ഓക്കെ, ഒരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? √2/2 എന്നാണ്. √2/2 ചെയ്താൽ 1/√2 ആണ്. ഇനി അങ്ങനെയൊന്നും വേണമെന്നില്ല. √2/2 എന്ന് പറഞ്ഞാൽ √2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, √2 കൊണ്ട് ഏത് റാഷണൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും √2ൻ്റെ ഫോമിലേ നമുക്ക് കിട്ടും. അപ്പോൾ അതായത് √2 എന്നുള്ള എലമെൻ്റ് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് റാഷണൽ നമ്പർ അല്ല. അപ്പോൾ നമ്മൾ √2 അല്ലെ √3 ഇറാഷണൽസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് റാഷണൽ നമ്പർ കിട്ടൂല. അതായത് ഞാനിവിടുന്ന് ക്യൂവിലല്ലാത്ത ഒരു സ്കേലാറാണ് എടുത്തത്, എന്നാൽ 6ലുള്ള ഒരു സ്കേലാർ, 6ലുണ്ട് ക്യൂവിലില്ല, അങ്ങനെ ഒരു സ്കേലാർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടുത്തെ എലമെൻറ്റിനെ സ്കേലാർ നമുക്ക് 6ന് ഏതും എടുക്കാം, മൾട്ടിപ്ലൈ ചെയ്തു. എന്നാൽ നമുക്ക് കിട്ടിയത് ക്യൂവിന് പുറത്ത് തന്നെയാണ് കിട്ടുക. √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരിക്കലും ക്യൂവിൻ്റെ ഉള്ളിൽ കിട്ടില്ല. അപ്പോൾ എന്താണ്, ഇത് ഒരു വെക്റ്റർ സ്പേസ് അല്ല, അല്ലെങ്കിൽ സബ് സ്പേസ് അല്ല. Q/R സബ് സ്പേസ് ആവില്ല, കാരണം സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആവില്ല. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു R2 എന്ന് പറയുന്നത് പ്ലെയിന് വെക്റ്റർ സ്പേസ് ആണ് ഓവർ R എന്ന് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഇതിൻ്റെ ഒരു സബ് സ്പേസ് നോക്കാം. R2 എന്ന് പറയുന്ന പ്ലെയിന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ R2 പ്ലെയിൻ ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒറിജിനിലൂടെ പാസ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആയിരുന്നു നമ്മൾ 0 വെക്ടർ ഉണ്ടായിരുന്നത്. അപ്പോൾ 0 വെക്ടറിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒറിജിനിൽ ടച്ച് ചെയ്ത് പോകുന്ന ഏതൊരു ലൈൻ എടുത്താലും, ഏതൊരു സ്ട്രേറ്റ് ലൈൻ എടുത്താലും ഒറിജിനിലൂടെ ടച്ച് ചെയ്ത് പോകുന്നതാണ്. സോ ഒറിജിനിലൂടെ ടച്ച് ചെയ്യുന്ന ഏതൊരു സ്ട്രേറ്റ് ലൈൻ എടുത്തു കഴിഞ്ഞാലും എങ്ങനെ വരച്ചാലും ഒറിജിനിലൂടെ ടച്ച് ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. സോ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഏതൊരു ലൈൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് ഒരു സബ് സ്പേസ് ആയിരിക്കും R2ൻ്റെ. സോ any line passing through origin. സോ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഏതൊരു ലൈൻ എടുത്തു കഴിഞ്ഞാലും ഈസ് എ സബ് സ്പേസ് ഓഫ് R2. R2ൻ്റെ ഒരു സബ് സ്പേസ് ആയിരിക്കും. സംശയമൊന്നുമില്ല, കാരണം ഒറിജിൻ എടുത്ത് തന്നെ നമുക്ക് 0 വെക്ടർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടുന്ന് ഒരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നെഗറ്റീവ് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ ഒരു 1 1 എടുത്തു കഴിഞ്ഞാൽ -1 -1 ഇവിടെ ഉണ്ട്.
നെഗറ്റീവിൻ്റെ കാര്യം നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്, എല്ലാത്തിൻ്റെയും നെഗറ്റീവ് നമ്പേഴ്സാണ് വരുന്നത്. അഡിഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇവിടെ തന്നെയാണ് കിട്ടുക. 2 വെക്ടർ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്താൽ ഈ ലൈനിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. നെഗറ്റീവാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങോട്ടേക്കും വരും. സോ നമുക്കറിയാവുന്ന കാര്യമാണ്. സോ സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ഒറിജിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് R2ൻ്റെ സബ്സ്പേസ് കിട്ടും. ഇനി സബ്സ്പേസ് അല്ലാത്ത ഒരു എക്സാമ്പിളാണ് പറയേണ്ടതെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ നോട്ട് പാസിങ് ത്രൂ ഒറിജിൻ എടുത്താൽ മതി. കാരണം 0 വെക്ടർ ഇവിടെ ഇല്ല. 0 0 എന്ന് പറയുന്ന വെക്ടർ ഈ സബ്സ്പേസിൽ ഇല്ല. ഈ സ്ട്രെയിറ്റ് ലൈൻ ഒരിക്കലും R2ൻ്റെ സബ്സ്പേസ് ആവില്ല. നോട്ട് എ സബ്സ്പേസ് ഓഫ് R2. നോട്ട് എ സബ്സ്പേസ് ഓഫ് R2 ബിക്കോസ് ഒറിജിൻ 0 0 എന്ന് പറയുന്നത് ഡസ് നോട്ട് ബിലോങ്സ് ടു ഈ സബ്സ്പേസ്. ഞാനിവിടെ യു എന്നാണ് ഈ സബ്സ്പേസിനെ വിളിക്കുന്നതെങ്കിൽ ഡസ് നോട്ട് ബിലോങ്സ് ടു യു. 0 0 ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒറിജിനിലൂടെ പാസ് ചെയ്യണം. സോ സബ്സ്പേസ് അല്ലാത്ത ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ വളരെ ഈസിയാണ്. 0 0 അല്ലാത്ത, അതായത് ഒറിജിൻ അല്ലാത്ത പോയിന്റിലൂടെ പാസ് ചെയ്താൽ മതി. ഒറിജിനിലൂടെ പാസ് ചെയ്യാത്ത ഏത് ലൈൻ എടുത്താലും സബ്സ്പേസ് ആവില്ല. ഓക്കെ, ഇതിൽ ഏത് ലൈൻ എടുത്താലും അത് സബ്സ്പേസ് ആണ്. എക്സ് ആക്സിസ് എടുത്താൽ സബ്സ്പേസ് ആണ്, വൈ ആക്സിസ് എടുത്താൽ സബ്സ്പേസ് ആണ്. കാരണം രണ്ടും ഒറിജിനിലൂടെ പാസ് ചെയ്യും. ഇങ്ങനെ എടുത്താൽ സബ്സ്പേസ് ആവില്ല. ഇനി ഇങ്ങനെ എടുത്താലും സബ്സ്പേസ് ആവില്ല. ഇനി ഹൊറിസോണ്ടൽ ലൈൻ ഒറിജിനിലൂടെ പാസ് ചെയ്യാത്തത് നോട്ട് പാസിങ് ത്രൂ ഒറിജിൻ. എനി വെർട്ടിക്കൽ ലൈൻ നോട്ട് പാസിങ് ത്രൂ ഒറിജിൻ. ഇതൊന്നും സബ്സ്പേസ് ആവത്തില്ല. ഓക്കെ, ഇനി നമ്മൾ R2ൻ്റെ കേസ് തന്നെ നമുക്ക് വേറൊരു സബ്സെറ്റ് കൂടി എടുക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം റെക്റ്റാങ്കിൾ. R2ൽ നമുക്ക് പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റുന്നതാണ്. റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റും നമുക്ക്. ഇതും ഒരു സബ്സെറ്റാണ്, R2ൻ്റെ സബ്സെറ്റാണ്. ഇനി ഇത് വെക്റ്റർ സ്പേസ് ആണോ എന്ന് നോക്കണം. വെക്റ്റർ സ്പേസ് ആണോ എന്ന് നോക്കാൻ നമ്മളിവിടെ സപ്പോസ് ഈ പോയിന്റ് 1 1 ആണെന്ന് വിചാരിക്കാം. ഇവിടുന്ന് 1 ഇവിടുന്ന് 1. സോ 1 1. അപ്പോൾ ഇത് 1 0 ആയിരിക്കും. ഇത് 1ഉം വൈ ആക്സിൽ 0 ആയി. സോ ഇത് നമ്മൾ ആഡ് ചെയ്ത് നോക്കൂ. 1 1ഉം 1 0 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 1 ആണ്. ഇത് 1 1 ആണ്. 2 1 എന്ന് പറഞ്ഞാൽ എവിടെ വരും? 2 എന്ന് പറഞ്ഞാൽ ഇത് 1 ആണെങ്കിൽ 2 ഇവിടെയാണ് ഉണ്ടാവുക. 2 1 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഉണ്ടാവുക. സോ ഇത് ഇവിടെ ഈ പോയിന്റ് ഇല്ലല്ലോ ഇതിനകത്ത്. അതായത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടണം. ഈ 2 എണ്ണം, ഈ അറ്റത്തുള്ള 2 എണ്ണമാണ് ഞാനിവിടെ ആഡ് ചെയ്ത്. ഇതും ഈ പോയിന്റും രണ്ടും ആഡ് ചെയ്തപ്പോൾ ഇതിന് പുറത്താണ് കിട്ടിയത്. അതായത് ഇതും സബ്സ്പേസ് അല്ല. അഡിഷൻ തന്നെ കിട്ടുന്നില്ല. പിന്നെ ബാക്കിയുള്ള പോയിന്റ്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അഡിഷൻ ക്ലോസ്ഡ് അല്ല. സോ വെക്റ്റർ അഡിഷൻ നോട്ട് ക്ലോസ്ഡ്. ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. Therefore, this is not a subspace എന്ന് പറയാം. ഇതൊരിക്കലും സബ്സ്പേസ് ആവില്ല. അപ്പോൾ നമ്മൾ 2 എണ്ണമാണ് സബ്സ്പേസ് അല്ലാത്ത പറഞ്ഞത്. ഒറിജിനിലൂടെ പാസ് ചെയ്യാത്ത സ്ട്രെയിറ്റ് ലൈൻസ്, അതേപോലെ തന്നെ ഒരു റെക്റ്റാങ്കിളാണ് ഞാനിപ്പോൾ വരച്ചത്. റെക്റ്റാങ്കിൾ വരച്ചു, ആഡ് ചെയ്തപ്പോൾ പുറത്താണ് കിട്ടിയത്. സോ ഒറിജിനൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. കാരണം റെക്റ്റാങ്കിൾ നമ്മൾ പറഞ്ഞ ഈ ഇൻസൈഡ് പോർഷൻ കംപ്ലീറ്റ് വരും. പക്ഷെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ പുറത്താണ് കിട്ടിയത്. ഒരു 2 എണ്ണം തന്നെ എക്സാമ്പിൾ എടുത്ത് ആഡ് ചെയ്തപ്പോൾ തന്നെ പുറത്താണ് കിട്ടിയത്. ഏത് വെക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഇതിനുള്ളിൽ തന്നെ കിട്ടണം. എന്താണോ നമ്മൾ എടുത്ത സബ്സെറ്റ് അതിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടണം. ഇല്ലെങ്കിൽ ഇത് സബ്സ്പേസ് ആവില്ല. സോ ഇതൊരു നോട്ട് എ സബ്സ്പേസിൻ്റെ എക്സാമ്പിളാണ്. ഇനി നമുക്ക് ട്രിവിയലായിട്ട് പറയാൻ പറ്റുന്നതാണ് ഏത് വെക്റ്റർ സ്പേസും അതിൻ്റെ തന്നെ സബ്സ്പേസ് ആണ്. കാരണം ഏത് സെറ്റ് എടുത്താലും അത് സബ്സെറ്റാണ്, അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. ഇത് നോൺ പ്രോപ്പർ എന്ന് പറയാൻ പറ്റില്ല, പ്രോപ്പർ എന്ന് പറയാൻ പറ്റില്ല. സെയിം ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. നമ്മൾ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ബി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ അപ്പോൾ അതേ സെറ്റ് തന്നെ എപ്പോഴും വെക്റ്റർ സ്പേസ് ആയിരിക്കും. ഇനി പറയാൻ പറ്റുന്നത് നമുക്ക് ഒറ്റൊരു എലമെൻ്റുള്ള സെറ്റ് എടുക്കാം. ഒറ്റൊരു എലമെൻ്റുള്ള സെറ്റ് എന്ന് പറഞ്ഞാൽ 0 മാത്രം എടുക്കാം. ഐഡൻറ്റിറ്റി ആറിൻ്റെ കേസിലാണെങ്കിൽ 0 മാത്രം മതി.
ഐഡൻറ്റിറ്റി. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. 0 0 0 മാത്രമേ ഉള്ളൂ ഇവിടെ, ഒറ്റൊരു എലമെൻ്റ് ഉള്ള സെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു നോൺ എം ടി കളക്ഷനാണ്. അപ്പോൾ ഒരു എലമെൻറ്റ് മാത്രം മതി വെക്റ്റർ സ്പേസ് ആവാൻ. അപ്പോൾ ഇതൊരു ട്രിവിയൽ സബ് സ്പേസുകളാണ്, 0 മാത്രം. ഇനി R2ൻ്റെ കേസിലാണെങ്കിൽ ഇതാ 0 0 എന്ന് പറഞ്ഞാൽ ഒറിജിൻ മാത്രം മതി വെക്റ്റർ സ്പേസ് ആവാൻ വേണ്ടിയിട്ട്. അതായത് ഐഡൻറ്റിറ്റി മാത്രമുള്ള, ഐഡൻറ്റിറ്റിനെ ഞാൻ ഇ കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഐഡൻറ്റിറ്റി മാത്രമുള്ള സെറ്റ് എടുത്താൽ മതി, സബ് സ്പേസ് ആയിക്കോളും. പിന്നെ ഹോൾ സെറ്റ്, ഫുള്ള് സെറ്റ് എടുക്കാം, അതും സബ് സ്പേസ് ആയിക്കോളും. ഇതൊക്കെയാണ് സബ് സ്പേസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു വെക്റ്റർ സ്പേസ് വി എന്ന് പറയുന്നത് നമ്മൾ R3 ആണ് വെക്റ്റർ സ്പേസ് തന്നിട്ടുള്ളത്. R3 എന്ന് പറയുമ്പോൾ ട്രിപ്പിൾസിൻ്റെ കളക്ഷനാണ്. അതായത് ഏത് വെക്റ്റർ എടുത്തു കഴിഞ്ഞാലും എക്സ് വൈ സെഡ് കോർഡിനേറ്റ് ഉണ്ടാവും. അപ്പോൾ R3 സ്പേസ് ആണ് തന്നിട്ടുള്ളത്. ഇനി ഡിഫൈൻ യു സബ്സെറ്റ് ഓർ ഈക്വൽ ടു വി എസ്. യു എന്ന് പറയുന്നത് വിൻ്റെ ഒരു സബ്സെറ്റിനെ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്. എ ബി സി, അതായത് ട്രിപ്ലറ്റ് ആണ്. എ ബി സി സച്ച് ദാറ്റ് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, അതായത് 3 കോർഡിനേറ്റ്സും ഈക്വൽ ആവുന്ന ട്രിപ്ലറ്റിൻ്റെ കളക്ഷൻസിന് ഒരു സബ് സ്പേസ് ആയിട്ട് എടുത്തു. R3 എന്ന് പറയുമ്പോൾ എക്സ് വൈ സെഡ് കോർഡിനേറ്റ് എല്ലാം വരുന്നതാണ്. അതിൽ എക്സ് വൈ സെഡ് കോർഡിനേറ്റ് ഈക്വൽ ആവുന്ന എലമെൻസുകളുടെ കളക്ഷൻ എടുത്തു യു ആയിട്ട്. സബ്സെറ്റ് ആയിരിക്കുമല്ലോ, ഒബ്വിയസ്ലി അത് സബ്സെറ്റ് ആണ്. അതായത് R3യിലെ മെമ്പർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കളക്ഷനായിട്ട് സെറ്റ് എടുത്തു. ഇനി ഇത് വെക്റ്റർ സ്പേസ് ആണോ അല്ലെങ്കിൽ വെക്റ്റർ സബ് സ്പേസ് ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള എലമെൻസിൻ്റെ ഫോം എങ്ങനെയാണ്? എല്ലാ കോർഡിനേറ്റും സെയിം ആണെന്നാണ് പറഞ്ഞത്. അതായത് ഏത് വെക്റ്റർ എടുത്തു കഴിഞ്ഞാലും ഇവിടെ എ എ എ അല്ലെങ്കിൽ ബി 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 ഈ ഫോമിലായിരിക്കും വെക്റ്റേഴ്സ് എല്ലാം ഉണ്ടാവുക. അതായത് 1 1 1, ഒരു -3 -3 -3, നെക്സ്റ്റ് വരുന്നത് ഹാഫ് ഹാഫ് ഹാഫ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടെയുള്ള വെക്റ്റേഴ്സിൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെയാണ് ഇവിടുത്തെ വെക്റ്റേഴ്സ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഇത് സബ് സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ 2 കണ്ടീഷൻ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു R2ലെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന മാത്രമേ സബ് സ്പേസ് ആവുന്നുള്ളൂ. അതായത് 0 വെക്റ്റർ ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം 0 വെക്റ്റർ ചെക്ക് ചെയ്ത് നോക്കാം. കാരണം 0 വെക്റ്റർ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ 0 വെക്റ്റർ ഇല്ല എന്നാണെങ്കിൽ ഇത് വെക്റ്റർ സ്പേസ് അല്ല അല്ലെങ്കിൽ സബ് സ്പേസ് അല്ല എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാം. അപ്പോൾ ആദ്യം 0 വെക്റ്റർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇത് എളുപ്പത്തിൽ ചെക്ക് ചെയ്യാൻ പറ്റും 0 വെക്റ്റർ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതില്ല എന്നാണെങ്കിൽ നമുക്ക് ഉടനെ പറയാം തന്നിരിക്കുന്നത് വെക്റ്റർ സ്പേസ് അല്ല, ഇത് യു ഇസ് നോട്ട് എ സബ് സ്പേസ് ഓഫ് R3 എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ യു ഇസ് നോട്ട് എ വെക്റ്റർ സ്പേസ് എന്ന് പറയാം. സോ ഫസ്റ്റ് നമുക്ക് 0 വെക്റ്റർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഒബ്വിയസ്ലി എല്ലാ എലമെൻറ്റും സെയിം ആയതുകൊണ്ട് തന്നെ നമ്മൾ എ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 വെക്റ്റർ കിട്ടും. 0 0 0 ബിലോങ്സ് ടു യു ആണ്. സോ 0 വെക്റ്റർ എന്ന് പറയുന്നത് ഇതാണ്. 0 വെക്റ്റർ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സബ് സ്പേസിൻ്റെ 2 കണ്ടീഷൻസ് നമുക്ക് നോക്കിയാൽ മതി. വെക്റ്റർ അഡിഷനും അതേപോലെ തന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും. വെക്റ്റർ അഡിഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ജനറലായിട്ട് 2 വെക്റ്റേഴ്സ് എടുത്തു. ഞാൻ യു എടുത്തു. യു എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു എലമെൻറ്റ് വെക്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഈ ഫോമില ഉണ്ടാവുക എ എ എന്ന്. ആൻഡ് അടുത്ത വി എടുത്തു, ബി ബി ബി. ഞാൻ ഈ വെക്റ്ററിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് യു വി എന്ന് എടുത്തത്. യുവും വിയും ബിലോങ്സ് ടു യു ആണ്, ക്യാപിറ്റൽ യു ആണ്. കാരണം ഈ സെറ്റിലെ എലമെൻറ്റ്സ് എല്ലാം എല്ലാ കോർഡിനേറ്റും സെയിം ആയിട്ടുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. ഇനി നമുക്ക് എന്താ വേണ്ടത്? അഡിഷൻ. യു പ്ലസ് വി ഉണ്ടോ എന്ന് നോക്കണം. എന്താണ് യു പ്ലസ് വി ആഡ് ചെയ്താൽ കിട്ടുന്നത്? എയും അതേപോലെ തന്നെ ബി ബി ബിയും ആണ് ആഡ് ചെയ്യുന്നത്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കോർഡിനേറ്റ്സ് തമ്മിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എ പ്ലസ് ബി എ പ്ലസ് ബി എ പ്ലസ് ബി ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ
എ പ്ലസ് ബി എ പ്ലസ് ബി എല്ലാ കോർഡിനേറ്റും സെയിം ആയിട്ടാണ് കിട്ടുന്നത്. എല്ലാ കോർഡിനേറ്റും സെയിം ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് യൂലെ മെമ്പറാണ്. ഓക്കെ, അപ്പോൾ യൂലുണ്ട്. അതായത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെക്ടർ അഡിഷൻ ക്ലോസ്ഡ് ആണ്. ഇനി സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നോക്കണം. അതിനുവേണ്ടി ഞാനൊരു സ്കേലാർ എടുത്തു, കെ എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ റിയൽ വെക്ടർ സ്പേസ് ആണ് നോക്കുന്നത്, അതുകൊണ്ട് കെ എന്ന് പറയുന്ന ആറിലെടുത്തു. കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആണെങ്കിൽ ഇത് സിയിൽ കോംപ്ലക്സ് നമ്പറും വരും. ഞാനിവിടെ റിയൽ വെക്ടർ സ്പേസിനെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് കെ എന്ന് പറയുന്നത് 6 എടുത്തു. റിയൽ നമ്പറാണ്. ഇനി നമുക്ക് കെ ഇൻറ്റു യു എന്ത് വരും എന്ന് നോക്കാം. ഇപ്പം കെ ഇൻറ്റു യു എന്ന് പറഞ്ഞ വെക്ടർ എ എ എ ആണ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കോർഡിനേറ്റ്സിലെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക, കെ എ കെ എ കെ എ ഇങ്ങനെ കിട്ടും. അതായത് എല്ലാ കോർഡിനേറ്റും സെയിം ആയിട്ടാണ് കിട്ടുന്നത്. എല്ലാ കോർഡിനേറ്റും സെയിം ആണെങ്കിൽ ഇത് ബിലോങ്സ് ടു യു ആയിരിക്കും, യുവിലെ മെമ്പറാണ്. സോ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ഇതിനകത്ത് തന്നെ കിട്ടുന്നുണ്ട്, ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് 2 കണ്ടീഷൻ മതി. സീറോ വെക്ടർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സീറോ വെക്ടർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇല്ല എങ്കിൽ നമുക്കിത് സബ് സ്പേസ് അല്ലാന്ന് ഡയറക്റ്റ്ലി പറയാം. വെക്ടർ അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ട് കിട്ടും. സോ അപ്പോൾ നമ്മൾ വെക്ടർ അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും കിട്ടി. അങ്ങനെയാണെങ്കിൽ യു ഈസ് എ സബ് സ്പേസ് ഓഫ് R3 ഓർ വി എന്ന് പറയാം. R3യുടെ ഒരു സബ് സ്പേസ് ആണ് യു എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അത് ക്ലിയർ ആണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ R3 തന്നെ എടുക്കുകയാണ്. R3 ഓവർ 6 തന്നെ എടുത്തു. ആൻഡ് W എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് ആണ്. ഈ വെക്ടർ സ്പേസ് അല്ലെങ്കിൽ സബ്സെറ്റ് ആണ്. സബ്സെറ്റിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, വെക്ടർ സ്പേസ് ആണോ എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. സോ എ ബി സി സച്ച് ദാറ്റ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇങ്ങനെയാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. ആൻഡ് ഇത് ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള, ഇതിൽ എന്താ പറയുക, അധികം നോളജ് ഇല്ലാത്ത വളരെ ബേസിക് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ അതും ചോദിക്കാം. ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അതും പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിത് വെക്ടർ സ്പേസ് ആണോ എന്നുള്ളത് പറയാം. അപ്പോൾ ഇത് വെക്ടർ സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ആദ്യം സീറോ വെക്ടർ ചെക്ക് ചെയ്യുന്നതായിരിക്കും വളരെ എളുപ്പം. സീറോ വെക്ടർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് ഇത് വെക്ടർ സ്പേസ് അല്ല എന്ന് പറയാൻ. സോ ഫസ്റ്റ് നമുക്ക് സീറോ വെക്ടർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ സീറോ വെക്ടർ ജനറലായിട്ട് വെക്ടർ അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും പറയുന്നതിന് മുന്നേ സീറോ വെക്ടർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളാദ്യം ഇതിലുള്ള എലമെൻറ്റ്സ് എങ്ങനെ വരുമെന്ന് നോക്കണം. ഫസ്റ്റ് കോർഡിനേറ്റ് മാത്രം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് 0 അല്ലെ പോസിറ്റീവ് നമ്പർ ആവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇവിടെ നമുക്ക് 0 -1 -1 ഇത് ഇതിലെ എലമെൻ്റ് ആണ്. 0 1 2 എലമെൻ്റ് ആണ്. ഇനി 1 3 -3 ഇത് എലമെൻ്റ് ആണ്. അതായത് സെക്കൻഡ് ആൻഡ് തേർഡ് കോർഡിനേറ്റ് നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, ഫസ്റ്റ് കോർഡിനേറ്റ് 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കണം. അതാണ് ഈ തന്നിരിക്കുന്ന W എന്ന് പറയുന്ന സബ്സെറ്റിൻ്റെ പ്രത്യേകത. സോ ഇത് വെക്ടർ സ്പേസ് ആണോ ചെക്ക് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം ഇത് 0 വെക്ടർ ഇതിലുണ്ടാവും. കാരണം ഫസ്റ്റ് കോർഡിനേറ്റിന് 0 ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 0 ആവാം. സെക്കൻഡ് ആൻഡ് കോർഡിനേറ്റിനെ കുറിച്ച് പറയുന്നേ ഇല്ല, എന്തും ആവാം. സോ 0 വെക്ടർ ഒബ്വിയസ്ലി ഇവിടെ ഉണ്ടാവും. ഇനി നമുക്ക് വെക്ടർ അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. 0 വെക്ടർ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഏതെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ തെറ്റാണെന്ന് പറയാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് അത് പറയാം. ജനറലായിട്ട് ഞാൻ പറയാം, അതിനുശേഷം പെട്ടെന്നൊരു എക്സാമ്പിൾ ഇട്ടിട്ട് ഇതൊന്ന് പറഞ്ഞുതരാം. സോ ജനറലായിട്ട് നമുക്ക് വെക്ടർ അഡിഷൻ നോക്കാം. അതേപോലെ തന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും നോക്കാം. ഓക്കെ, അപ്പോൾ വെക്ടർ അഡിഷൻ നോക്കാൻ വേണ്ടിയിട്ട് 2 വെക്ടേഴ്സ് എടുത്തു ഞാൻ. യു
ഓക്കെ, നമുക്ക് രണ്ടായിട്ട് എടുക്കാം. A1 B1 C1 എന്നും അടുത്ത ഓക്കെ ആൻഡ് വി എടുത്തു A2 B2 C2 എന്ന്. ഇവിടെ A1ഉം അതേപോലെ തന്നെ A2 ആണ് ഫസ്റ്റ് കോർഡിനേറ്റ് വരുന്നത്. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് നമ്മൾ U, V എന്ന് പറയുന്ന വെക്ടറിന് W എന്ന് പറയുന്ന സബ്സെറ്റ് എന്നാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കോർഡിനേറ്റ് നിർബന്ധമായും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ഇനി U പ്ലസ് വി ആഡ് ചെയ്ത് നോക്കാം. U പ്ലസ് വി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന A1 പ്ലസ് A2 B1 പ്ലസ് B2 C1 പ്ലസ് C2 എന്നാണ്. ഇത് A1ഉം A2ഉം പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ A1 പ്ലസ് A2ഉം പോസിറ്റീവ് നമ്പർ ആയിരിക്കുമല്ലോ. രണ്ട് പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് നമ്പർ എല്ലാം കിട്ടും. അതുകൊണ്ട് തന്നെ U പ്ലസ് വി എന്ന് പറയുന്നത് ക്യാപിറ്റൽ Wയിൽ ഉണ്ടാവും. വെക്ടർ എഡിഷൻ ക്ലോസ്ഡ് ആണ്. ഇനി സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. അതിനുവേണ്ടി ഒരു സ്കേലാർ K എടുത്തു Rനകത്തുനിന്ന്. ഇനി K ഇൻറ്റു യു ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം. K ഇൻറ്റു യു എന്താ? KA1 KA2 KA1 KB1 യു നമ്മൾ A1 B1 C1 ആണ്. KC1 ഇങ്ങനെ എടുക്കുക. അപ്പോൾ KA1 KB1 KC1ൽ നമുക്ക് വേണ്ടത് ഫസ്റ്റ് കോർഡിനേറ്റ് KA1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. ഇതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമ്മൾ K എന്ന് പറയുന്ന ഒരു സ്കേലാർ റിയൽ നമ്പർ എന്നാണ് നമ്മൾ എടുക്കുന്നത്. K ഈസ് എ റിയൽ നമ്പർ. A1 ഓൾറെഡി പോസിറ്റീവ് ആണ്. നമ്മൾ അങ്ങനെയാണല്ലോ എലമെന്റ് എടുത്തത്. W എന്ന് എടുത്ത എലമെന്റ് ആണ്. A1 ഫസ്റ്റ് കോർഡിനേറ്റ് ഉറപ്പായിട്ടും പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. A1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് എന്ന് വെച്ച് KA1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം നിർബന്ധമില്ലല്ലോ. KA1 മേ ഓർ മേ നോട്ട് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. റീസൺ എന്താ? K നമ്മൾ റിയൽ നമ്പർ ആണ്, സ്കേലാർ റിയൽ നമ്പർ ആണ്. K ഒരു -1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർന്നില്ലേ? ഇത് -A1 ആയി. നെവർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. A1 ഓൾറെഡി പോസിറ്റീവ് ആണ്. -A1 ഇട്ട് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് നമ്പർ ആയി. സോ -A1 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0 ആയി. അതായത് K നമ്മൾ നെഗറ്റീവ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് KA1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ KU എന്ന് പറയുന്നത് ഡസ് നോട്ട് ബിലോങ്സ് ടു യു ആയിരിക്കും. ഓൾവേസ് ഉണ്ടാവണം എന്നില്ല. എല്ലാ കേക്കും സത്യമായിരിക്കണം. അപ്പോൾ ഇങ്ങനെ പറയണ്ട, ഇങ്ങനെ പറഞ്ഞാലും മതി. സോ KU ഡസ് നോട്ട് ബിലോങ്സ് ടു യു. ഫോർ സം കേക്ക് കിട്ടില്ല. അല്ലെങ്കിൽ KU ബിലോങ്സ് ടു യു ഫോർ ഓൾ K എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദിസ് ഇസ് നോട്ട് പോസിബിൾ. KU ബിലോങ്സ് ടു യു ഫോർ ഓൾ K. ഫോർ സം കേക്ക് KU ഡസ് നോട്ട് ബിലോങ്സ് ടു യു ആണ്. അതുകൊണ്ട് തന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആയിരിക്കില്ല. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നോട്ട് ക്ലോസ്ഡ്. Therefore, W is not a vector space. W വെക്ടർ സ്പേസ് അല്ല. ഇനി നമുക്കിത് ജനറൽ ആയിട്ട് പറഞ്ഞാണ്. നമുക്കിതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാവുന്നതേ ഉള്ളൂ. ഇപ്പം ABC ഫസ്റ്റ് കോർഡിനേറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന രീതിയിൽ ഞാനൊരു വെക്ടർ എടുത്തു Wക്കകത്തുനിന്ന്. ഇത് Wയിൽ ഉണ്ടാവുമല്ലോ. ഇനി ഞാൻ സ്കേലാർ ആയിട്ട് ചൂസ് ചെയ്യുന്ന K എന്ന് പറയുന്നത് -2 ആണ്, നെഗറ്റീവ് നമ്പർ ആണ്. സോ K ഇൻറ്റു ഈ വെക്ടർ 1 -1 U എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -2 ഇൻറ്റു 1 -1 0. അതായത് -2 2 0. അപ്പം എന്തായി? ഫസ്റ്റ് കോർഡിനേറ്റ് -2 എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. അതുകൊണ്ട് തന്നെ K ഇൻറ്റു 1 -1 0 എന്ന് പറയുന്നത് ഡസ് നോട്ട് ബിലോങ്സ് ടു W എന്ന് കിട്ടും. സോ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ പറയാവുന്നതേ ഉള്ളൂ. എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇവിടെ തന്നെ, അതായത് നമ്മളിത് കൗണ്ടർ എക്സാമ്പിൾ പറയാണ്. നോട്ട് എ വെക്ടർ സ്പേസ് എന്ന് പറയാൻ നമുക്ക് എക്സാമ്പിൾ ഇട്ടാൽ മതി. അപ്പോൾ W ഈസ് നോട്ട് എ വെക്ടർ സ്പേസ് എന്ന് കിട്ടും. നോട്ട് എന്ന് പറയാൻ എക്സാമ്പിൾ യൂസ് ചെയ്യുക. വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ജനറൽ ആയിട്ട് തന്നെ പ്രൂവ് ചെയ്യണം. എക്സാമ്പിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് വെക്ടർ സ്പേസ് അല്ല എന്ന് നമുക്ക് എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഫസ്റ്റ് കോർഡിനേറ്റ്
പോസിറ്റീവ് കിട്ടില്ല, നമ്മൾ എടുക്കുന്ന ഫീൽഡ് റിയൽ നമ്പർ ആയതുകൊണ്ട് തന്നെ. റിയൽ നമ്പറിൽ നെഗറ്റീവ് ഉണ്ട്. സോ നമുക്കിത് എക്സാമ്പിൾ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇത് വെക്റ്റർ സ്പേസ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളൂടെ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് എക്സാമ്പിളൂടെ നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ എടുത്ത അതേ വെക്റ്റർ സ്പേസ് എടുത്തത് ഓവർ ആറ്. ഡബ്ല്യു എന്ന് ഇങ്ങനെയാണ് സബ്സെറ്റ് ഡിഫൈൻ ചെയ്തത്. എ ബി സി എന്ന് പറയുന്ന ട്രിപ്ലെറ്റ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് കോർഡിനേറ്റുകളുടെ സ്ക്വയറിൻ്റെ സമ്മ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവണം. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഇതിന് സീറോ വെക്റ്റർ പറയാം. കാരണം സീറോ വെക്റ്ററിൻ്റെ കോർഡിനേറ്റ്സ് സമ്മ് എടുത്താൽ 0 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ, ഇത് 0 ആണ്. എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സീറോ വെക്റ്റർ ഉണ്ട്, ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് അഡിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ജനറലായിട്ട് വേണമെങ്കിൽ ഇവിടെ A1 B1 C1 A2 B2 C2 ഒക്കെ എടുത്ത് ചെയ്യാം. അതല്ലാണ്ട് ഇങ്ങനെ നമുക്കിവിടെ 1 ഈ നോൺ സീറോ ആയിട്ടുള്ള സ്കെലാറൊക്കെ വരുവാണെങ്കിൽ അത് സബ്സ്പേസ് ആവാനുള്ള പോസിബിലിറ്റി ഇല്ല. അതായത് നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ഇട്ട് പറയാവുന്നതേ ഉള്ളൂ, ഇത് തെറ്റിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു 1 0 0 എടുത്തു. 1 0 0 ഇവിടെ ഉണ്ടാവുമല്ലോ, കാരണം കോർഡിനേറ്റ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ ആണ്. ഇത് സമ്മ് ചെയ്താൽ 1 കിട്ടും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ഈക്വൽ ടു ഉണ്ടല്ലോ ഇവിടെ. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതേപോലെ തന്നെ ആ 1നെ ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടാലും മതി. 0 1 0 ഇതും ഉണ്ടാവുമല്ലോ. 0 സ്ക്വയർ 1 സ്ക്വയർ 0 സ്ക്വയർ ഇതും 1 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ ഇത് രണ്ടും ഡബ്ല്യൂവിലെ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഡബ്ല്യൂവിൽ കിട്ടണമല്ലോ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 1 0 0യും 0 1 0യും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 1 0 എന്നാണ്. 1 1 0 ഡബ്ല്യൂവിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. എന്താ കണ്ടീഷൻ? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവണം. ഇതിപ്പോൾ എന്താ? 1 + 1 2 ആണ്. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലല്ലോ. അപ്പോൾ നമുക്ക് പറയാം, ഇതിനെ ഞാനൊരു യു എന്നും ഇതിനെ ഞാനൊരു വി എന്നുമാണ് വിളിച്ചതെങ്കിൽ യു പ്ലസ് വി എന്ന് പറയുന്നത് ഡസ് നോട്ട് ബിലോങ്സ് ടു ഡബ്ല്യു ആണ്. അതായത് വെക്റ്റർ എഡിഷൻ ക്ലോസ്ഡ് അല്ല, വെക്റ്റർ എഡിഷൻ നോട്ട് ക്ലോസ്ഡ് എന്ന് പറയാം. വെക്റ്റർ എഡിഷൻ ക്ലോസ്ഡ് അല്ല എങ്കിൽ ഡബ്ല്യു ഈസ് നോട്ട് എ വെക്റ്റർ സ്പേസ്. വെക്റ്റർ സ്പേസ് ഓർ സബ് സ്പേസ് ഓഫ് R3 എന്ന് പറയുന്നത് സബ് ആണ് പറയുന്നത്. സോ ഇറ്റ്സ് നോട്ട് എ സബ് സ്പേസ് ഓഫ് R3 എന്ന് പറയാം. വെക്റ്റർ സ്പേസ് അല്ല. അപ്പോൾ തന്നെ നമുക്ക് പറയാം ഈ സബ്സെറ്റ് R3യുടെ സബ് സ്പേസ് അല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറയും. ഇത് ഈക്വൽ ടു 1 വന്നു കഴിഞ്ഞാലും നമുക്കിത് തന്നെ പറയാം. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എടുത്തത് ഈക്വൽ ടു 1 ഇട്ടാലും ഇതേപോലെ ഒരു എക്സാമ്പിൾ ഇട്ടിട്ട് ഇതിനെ ക്ലോസ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ജനറലായിട്ട് വേണമെങ്കിൽ ജനറലായിട്ടും പറയാം. അല്ല, വെക്റ്റർ സ്പേസ് അല്ല എന്ന് പറയാൻ കൗണ്ടർ എക്സാമ്പിൾ ഇട്ടാൽ മതി. ജനറലായിട്ട് എങ്ങനെയാണ് പറയാമെന്ന് പറയാം. സോ ജനറലായിട്ട് നമുക്ക് ഓക്കെ, ഇവിടെ ഒരു A1 B1 C1 എടുത്തു. അതേപോലെ തന്നെ A2 B2 C2 രണ്ട് വെക്ടേഴ്സ് എടുത്തു ഡബ്ല്യൂക്കകത്തുനിന്ന്. ഡബ്ല്യൂന്ന് എടുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ സമ്മുകൾ A1 സ്ക്വയർ പ്ലസ് B1 സ്ക്വയർ പ്ലസ് C1 സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. അതേപോലെ തന്നെ A2 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ പ്ലസ് C2 സ്ക്വയറും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഡബ്ല്യൂവിലെ വെക്റ്റർ ആയതുകൊണ്ട് കോർഡിനേറ്റ്സ് ഇത് സാറ്റിസ്ഫൈ ചെയ്യല്ലോ. അപ്പോൾ ഇനി നമുക്കിത് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? A1 പ്ലസ് A2 B1 പ്ലസ് B2 C1 പ്ലസ് C2 എന്നാണ് വരിക. ഇനി ഇത് ഡബ്ല്യൂവിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ A1 പ്ലസ് A2ൻ്റെ സ്ക്വയർ പ്ലസ് B1 പ്ലസ് B2ൻ്റെ സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ് C1 പ്ലസ് C2ൻ്റെ സ്ക്വയർ. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കിട്ടണം. ഇതെന്താ സ്ക്വയർ വരിക? A1 പ്ലസ് A2 ഹോൾ സ്ക്വയർ A പ്ലസ് B ഹോൾ സ്ക്വയർ ഫോർമുല കൊടുക്കണം. A1 സ്ക്വയർ പ്ലസ് 2 A1 A2 പ്ലസ് A2 സ്ക്വയർ. നൗ B1 സ്ക്വയർ പ്ലസ് 2 B1 B2 പ്ലസ് B2 സ്ക്വയർ.
C1 സ്ക്വയർ 2C1 C2 C2 സ്ക്വയർ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ A1 സ്ക്വയർ പ്ലസ് B1 സ്ക്വയർ പ്ലസ് C1 സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇത് നമുക്ക് തന്ന കണ്ടീഷനാണ്. അതായത് W എന്ന് വെക്ടർ എടുത്തുകൊണ്ട് തന്നെ ഈ രണ്ട് കണ്ടീഷൻ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് എടുക്കാം. A1 സ്ക്വയർ പ്ലസ് B1 സ്ക്വയർ പ്ലസ് C1 സ്ക്വയർ ഒരുമിച്ച് ചെയ്താലോ, പ്ലസ് അഡീഷൻ ആണ്. അടുത്ത A2 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ പ്ലസ് C2 സ്ക്വയറിനെ ഞാൻ ഒരുമിച്ച് എഴുതി. ബാക്കി വന്ന ആളുകൾ 2A1 A2 2B1 B2 2C1 C2 ആണ്. അപ്പോൾ A1 സ്ക്വയർ പ്ലസ് B1 സ്ക്വയർ പ്ലസ് C1 സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് 1 പ്ലസ് ബാക്കി ഈ ടേമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇപ്പം തന്നെ നമുക്കിവിടെ 2 കിട്ടിയില്ലേ, 2 പ്ലസ് ഈ ടേമും കൂടെ വന്നു. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പ്ലസ് ഈ എക്സ്ട്രാ ടേമും കൂടെ വന്നു. അപ്പോൾ നമുക്ക് കിട്ടിയത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പ്ലസ് 2A1 A2 ഇത്രയും ടേംസും കൂടെ വരുന്നുണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 കിട്ടിയാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, 1നും 2നും ഇടയിലും എലമെൻറ്റ്സ് ഉണ്ടല്ലോ, 1.5 ആവാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നല്ലേ കിട്ടിയിട്ടുള്ളൂ, 1.9 ആവാം. അതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇങ്ങനെയാണ് വരുന്നത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വെക്ടർ അഡിഷൻ ക്ലോസ്ഡ് അല്ല എന്ന് നമുക്ക് പറയാം. ഇതേപോലെ തന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ജനറലായിട്ട് പറയാം. വളരെ എളുപ്പത്തിൽ നമുക്ക് എക്സാമ്പിൾ ഇട്ടിട്ട് പറയാവുന്നതായിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ, കൗണ്ടർ എക്സാമ്പിൾ കണ്ടുപിടിക്കാം. ഇതേപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ട് വരുന്ന രണ്ട് എലമെൻറ്റ്സ് W എന്ന് എടുത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്ത രീതിയിൽ ഒരു എക്സാമ്പിൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിന് പറ്റില്ല എന്ന് പറയാം. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസ് ഇത് 0 അല്ല വരുന്നതെങ്കിൽ, അതായത് കണ്ടീഷൻ തന്നതിൽ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ മൈനസ് ചെയ്യുന്നത് അങ്ങനെ സ്ക്വയർ സം എന്തോ ആയിക്കോട്ടെ, അത് 0 അല്ല വരുന്നതെങ്കിൽ അത് വെക്ടർ സ്പേസ് ആവാൻ പോസിബിലിറ്റി ഇല്ല. അപ്പോൾ എക്സാമ്പിൾ ഇട്ടിട്ട് അതിനെ നമുക്ക് അല്ല എന്ന് പറയാവുന്നതേ ഉള്ളൂ. സോ W എന്ന് തന്നിരിക്കുന്ന W വെക്ടർ സ്പേസ് അല്ല, അല്ലെങ്കിൽ സബ് സ്പേസ് ഓഫ് R3 അല്ല. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ സബ് സ്പേസ് ചെക്ക് ചെയ്യുന്നത്, സബ് സ്പേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ താങ്ക് യു.